മിണ്ടാത്തതെന്താണ് തത്തേ, ഒന്നും മിണ്ടാത്തതെന്താണ് തത്തേ, ഗാനം മറന്നോ നാണം വന്നോ, മിണ്ടാത്തതെന്താണ് തത്തേ. വളരെ പഴയൊരു പാട്ടാണ്, പലരും കേട്ട് കാണാൻ സാധ്യതയില്ല. കമകറ പുരുഷോത്തമൻ പാടിയതാണ്. വളരെ പഴയ കാലത്ത് വയലാറും ദേവരാജനൊക്കെ രംഗപ്രവേശനം ചെയ്യുന്നതിന് മുമ്പ്, ഒരുപക്ഷെ പി ഭാസ്കരനും കെ രാഘവനും വരുന്നതിന് മുമ്പുള്ള ഒരു പഴയ ഗാനമാണ്. ഇപ്പോൾ ഇത് ഓർക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കെ ബി ഗണേഷ് കുമാറിൻ്റെയും കടന്നപ്പള്ളി രാമേന്ദ്രൻ്റെയും സത്യപ്രതിജ്ഞ രംഗം കണ്ടപ്പോഴാണ്. ഈ രണ്ട് യോഗ്യന്മാരും സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. നമ്മുടെ കാരണഭൂതരും സഹമന്ത്രിമാരും എല്ലാവരും അവിടെ എത്തിയിരുന്നു. പ്രതിപക്ഷക്കാർ ഈ ചടങ്ങ് ബഹിഷ്കരിച്ചു. സത്യവാചകം ചൊല്ലിക്കൊടുക്കാനുള്ള അധികാരം ഭരണഘടന പ്രകാരം നമ്മുടെ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനാണ്. അതില്ലായിരുന്നെങ്കിൽ പിണറായി വിജയൻ തന്നെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുമായിരുന്നു. ഇത് ഭരണഘടനാപരമായ ഒരു അനിവാര്യത ആയതുകൊണ്ട് ഗവർണറെ മുൻകൂട്ടി വിവരം അറിയിക്കും. അദ്ദേഹത്തിന് കൂടി സമയവും സൗകര്യമുള്ള സമയം നോക്കിയിട്ട് ഇന്ന് വൈകുന്നേരം ഇതിൻ്റെ സമയം കുറിക്കുകയും ഈ രണ്ടുപേരെയും അവിടെ വിളിച്ചു വരുത്തി സത്യവാചകം ചൊല്ലിക്കിച്ചു. അവിടെ വച്ച് മുഖ്യമന്ത്രി ഗവർണറെ നേരെ നോക്കിയില്ല, ഗവർണർ മുഖ്യമന്ത്രിയെ ഗൗനിച്ചില്ല. ഗവർണർ കിഴക്കോട്ട് നോക്കുമ്പോൾ മുഖ്യമന്ത്രി പടിഞ്ഞാട്ട് നോക്കും, ഗവർണർ വടക്കോട്ട് നോക്കുമ്പോൾ മുഖ്യമന്ത്രി തെക്കോട്ട് പോകും. തിരിച്ചും ഇതുപോലെ തന്നെയായിരുന്നു നടപടിക്രമം. അങ്ങനെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഗവർണർ മുഖ്യമന്ത്രി തമ്മിൽ കണ്ടിട്ട് മിണ്ടാതെ മുഖം തിരിച്ച് മുഖം വീർപ്പിച്ച് ചില ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങുമ്പോൾ മുഖം വീർപ്പിച്ചിരിക്കുന്ന പോലെ ഒന്നും മിണ്ടാതിരുന്നു. ഇവിടുത്തെ സകലമാന ചാനലുകാരും അതൊരു വലിയ വാർത്തയാക്കി. ഒന്നും മിണ്ടാതെ ഗവർണർ മുഖ്യനും എന്ന് പറഞ്ഞു. അവിടെ കൂടെ തീർന്നില്ല. ഈ രണ്ടുപേരും സത്യവാചകം ചൊല്ലി കഴിഞ്ഞതിന് ശേഷം പുതിയ മന്ത്രിമാർക്ക് വേണ്ടി ഒരു ചായ സൽക്കാരം നടത്താറുണ്ട്. ആരിഫ് ഖാൻ അതിൽ യാതൊരു പിശുക്കും കാണിച്ചില്ല. രാജഭവനിൽ അദ്ദേഹം തേയില സൽക്കാരം ഒരുക്കിയിരുന്നു. ചായയും പഴംപൊരിയും ബോണ്ടയും മറ്റ് അനുസാരികളൊക്കെയാണ് കരുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ വിരുന്ന് സൽക്കാരം സ്വീകരിക്കാതെ, ഈ തേയില സൽക്കാരത്തിന് നിൽക്കാതെ മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി. മുഖ്യമന്ത്രി പോയപ്പോൾ ആന പോയ വഴിയെ വാലും എന്ന് പറഞ്ഞ പോലെ മരുമോനും പോയി. മുഖ്യമനും മരുമോനും പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി മന്ത്രിമാരെത്തി അവരും അതിൻ്റെ പുറകെ പോയി. ഈ CPI-ക്കാരായ മന്ത്രിമാരെങ്കിലും ഈ മര്യാദകേടിന് കൂട്ടുവെക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഏതായാലും CPM-കാർ പോയിട്ട് ഇനി CPI-ക്കാർ ആ തേയില സൽക്കാരത്തിൽ പങ്കെടുത്താൽ രണ്ട് തരത്തിലുള്ള ദുർവ്യാഖ്യാനം ഉണ്ടാവും. ഒന്ന്, CPI-ക്കാർക്ക് ചായ പഴംപൊരി പരിപ്പോട ഇതിനോടൊക്കെയുള്ള പ്രേമം കൊണ്ടാണ് നിന്നത്, ഇവർ വലിയ ആക്രാന്തക്കാരാണ് എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനമുണ്ടാവും. രണ്ടാമത്തേത്, ഇടതുപക്ഷ ഐക്യത്തിൽ ഭിന്നിപ്പൂട്ട്, ഗവർണറുള്ള സമീപനത്തിൽ CPM-ഉം CPI-യും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നൊക്കെ നാളെ മനോരമ അച്ചു നിരത്തും. ഈ രണ്ടാമത്തെ സാധ്യത വളരെ ആപൽക്കരമാണ് എന്നുള്ളതുകൊണ്ടായിരിക്കും CPI-ക്കാരായ 4 മന്ത്രിമാരും മുഖ്യൻ്റെ പുറകെ പോയി. പക്ഷേ മന്ത്രി ശശീന്ദ്രൻ അസലുള്ളവനാണ്. പുള്ളി ചായ കുടിക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം പുള്ളിയുടെ പാർട്ടിയുടെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ശരത് പവാറാണ്. ശരത് പവാർ BJP-യുമായിട്ട് ഒരു 2 വള്ളത്തിലും കാലിലെടുക്കുന്ന ആളാണ്. ഒരു കാല് UP-യിലും മറുകാല് NDA-യിലുമാണ്. ഇനി ഗവർണറുടെ തേയില സൽക്കാരത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ശശീന്ദ്രനെ മാറ്റിയിട്ട് ശരത് പവാർ തോമസിനെ മന്ത്രിയാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അപകടം മുന്നിൽ കണ്ട് ഇനി പിണറായി വിജയൻ ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല, പുള്ളിയെടുത്ത് പറഞ്ഞ് അത് സലാമത്താക്കാം എന്ന് വിചാരിച്ച് ശശീന്ദ്രൻ തേയില സൽക്കാരത്തിൽ പങ്കെടുത്തു. പിന്നെ പുതിയ മന്ത്രിമാർക്ക് വേറെ മാർഗ്ഗമില്ലല്ലോ, അവരുടെ ബഹുമാനാർത്ഥമാണ് തേയില സൽക്കാരം ഒരുക്കിയിട്ടുള്ളത്. കടന്നപ്പള്ളി രാമേന്ദ്രനാണെങ്കിൽ വളരെ വിനയവാനാണ്, സുശീലനാണ്, സൗമ്യനാണ്. അത് ഗവർണറെ വെറുപ്പിക്കേണ്ട, പ്രായമുള്ള ആളല്ലേ എന്ന് വിചാരിച്ച് അതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. ഗണേഷ് കുമാറിന് പിന്നെ അദ്ദേഹത്തിൻ്റെ ഹൈക്കമാൻഡും ലോ കമാൻഡും മിഡിൽ കമാൻഡും ഒക്കെ അദ്ദേഹം തന്നെയാണ്. സാക്ഷാൽ ബാലകൃഷ്ണ പിള്ളയെ വകവയ്ക്കാത്ത ആളാണ് ഗണേഷ് കുമാർ. പിന്നെ പിണറായി വിജയനെ വകവയ്ക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. മാത്രമല്ല പുള്ളിയുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് പെരുന്നയിലെ NSS ആസ്ഥാന മന്ദിരമാണ്. അപ്പോൾ സുകുമാരൻ നായരോട് പോലും ചോദിക്കേണ്ട ആവശ്യമില്ല. പുള്ളി തേയില സൽക്കാരത്തിൽ പങ്കെടുത്തു, ചായ കുടിച്ചു. ആ ചായ നന്നായിട്ട് എന്ന് ഗവർണറോട് പറഞ്ഞു. ഇനി ഇടയ്ക്കൊക്കെ വരുമ്പോൾ ചായ തരണം എന്ന് പറഞ്ഞു. അതിന് കുഴപ്പമില്ല, ആ ചായ തരാൻ ഒരു വിരോധമില്ല എന്ന് ഗവർണർ പറഞ്ഞു. അങ്ങനെ അവർ 3 പേരും സമാധാനമായിട്ട് ചായ കുടിച്ച് പിരിഞ്ഞുപോയി. അപ്പോൾ ഇതാണ് ഇന്നിവിടെ സംഭവിച്ചിട്ടുള്ള ഒരു വലിയ കൂളിളക്കം. ഇത് ഭരണഘടന പരമായൊരു വിഷയമായിട്ട് വേണമെങ്കിൽ നമുക്ക് തർക്കിക്കാം.
വ്യാഖ്യാനിക്കാം. പിന്നെ ഗവർണറെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഇന്നലെ കൂടി ഗവർണർ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ SFIക്കാരായ ചില ഡിങ്കിരി വാലന്മാർ അദ്ദേഹത്തെ കരിങ്കൂടി കാണിക്കാൻ മുദ്രാവാക്യം വിളിക്കുന്നു. ഗവർണറെ തന്തയ്ക്ക് വിളിക്കുന്ന ബാനറുകൾ ഇപ്പോഴും കേരളത്തിലെ പല കലാലയങ്ങളുടെയും തിരുമുറ്റത്ത് പാറി കളിക്കുകയാണ്. കേരള സർവകലാശാലയുടെ ആസ്ഥാനത്തുള്ള ബാനർ നീക്കണം എന്ന് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ വൈസ് ചാൻസലർക്ക് നിർദ്ദേശം കൊടുത്തു. വൈസ് ചാൻസലർ രജിസ്ട്രാർക്ക് നിർദ്ദേശം കൊടുത്തു. പക്ഷേ രജിസ്ട്രാർ ഇത് നീക്കാൻ വന്നപ്പോൾ സിൻഡിക്കേറ്റ് അദ്ദേഹത്തെ തടഞ്ഞു. ഒരു കാരണവശാലും ഇത് നീക്കാൻ പാടില്ല. കേരള സർവകലാശാലയുടെ യശസ്സിന് മാറ്റം കൂട്ടുന്നതിന് ഈ ബാനർ അനിവാര്യമാണ് എന്ന് SFIക്കാരടക്കമുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ രജിസ്ട്രാറെ വിലക്കി. അതുകൊണ്ട് അതിപ്പോഴും അവിടെ പാറി കളിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഗവർണർ മുഖ്യമന്ത്രിയെ കണ്ട മിണ്ടാനുള്ള സാധ്യതയില്ല. കാരണം ഈ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്, ഈ SFIക്കാരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നവരാണ് മുഖ്യമന്ത്രിയാണ്. അല്ലാതെ SFIക്കാർ ആത്മപ്രചോദിതരായിട്ട് ചെയ്യുന്നവരൊന്നുമല്ല. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ ഉപരോധിച്ചാരാണ്? മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ SFIക്കാരാണ്. ആരിഫ് ഖാനെ തെമ്മാടി, ഇറങ്ങി വാടാം മൂരാച്ചി എന്നൊക്കെ ആർഷോയും സംഘവും മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കേട്ടില്ല. അതൊക്കെ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നിർദ്ദേശിച്ച പ്രകാരമാണ്, അവരുടെ ആജ്ഞാനുസരണമാണ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ മരുമകൻ ഗവർണറെക്കുറിച്ച് പറയുന്ന വർത്തമാനം നിങ്ങൾ കേട്ടില്ല. ഷട്ട് യുവർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് ഖാൻ എന്നാണ് പറയേണ്ടത്. പിന്നെ ഞങ്ങൾ അന്തസ്സുള്ളവരായതുകൊണ്ട് അത് പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ വർത്തമാനമുണ്ട്, ഞാനിപ്പോൾ പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ മരുമകൻ അന്തസ്സില്ലെങ്കിലും നമുക്കൊരു മര്യാദ വേണ്ടല്ലോ. അതുകൊണ്ട് അതെന്തോ ആട്ടെ, അങ്ങനെ ഗവർണർ മുഖ്യനും തമ്മിലുള്ള അടി മൂത്ത് നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇവിടുന്ന് വേറൊരു പണി കൂടി ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും ഭയങ്കരം. ഗവർണറെ ഉടനെ തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി 5 രൂപയുടെ കവറിൽ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു കവറിൽ ഒരു കത്തങ്ങടെ അയച്ചിട്ട് രാഷ്ട്രപതിക്ക്. അത് കിട്ടിക്കഴിഞ്ഞാൽ ദ്രൗപദി മുർമു ഉടനെ തന്നെ വിജയൻ സഖാവ് പറഞ്ഞാലേ ആരിഫ് ഖാനെ തിരിച്ചു വിളിക്കാം എന്ന് പറയും. ഒപ്പം തന്നെ ഒരു ടെർമിനേഷൻ ഓർഡർ എഴുതിയിട്ട് രാജ്ഭവനിലേക്ക് ഫാക്സ് ചെയ്യും. അതുകൂടി ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കട്ടയും പടവും മടങ്ങും. പുള്ളി പെട്ടിയും കിടക്കയെടുത്ത് ഉടനെ തന്നെ ഡൽഹിക്കോ അല്ല ലക്നൗവിലേക്കോ എവിടേക്കാ വെച്ചാൽ തിരിച്ചു പോകും എന്നാണ് സഖാക്കൾ വിചാരിക്കുന്നത്. പക്ഷേ സഖാക്കൾക്ക് അറിയാൻ പാടുള്ളത് വേറൊരു രഹസ്യമുണ്ട്. ഈ രാഷ്ട്രപതിക്ക് അന്വേഷണപ്രകാരം ഗവർണറെ തിരിച്ചു വിളിക്കാൻ പറ്റുകയില്ല. ഇനി ഗവർണറോട് എന്തെങ്കിലും വിരോധമുണ്ട്, അപ്രീതിയുണ്ട്, അപ്രിയമുണ്ടെങ്കിൽ അത് റെപ്രസെൻ്റ് ചെയ്യേണ്ട ആരുടെ അടുത്താണ്? പ്രധാനമന്ത്രിയുടെ അടുത്താണ്, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അടുത്താണ്. പിണറായി വിജയൻ ഒരു അപേക്ഷയുമായിട്ട് അമിത്ഷായെ കാണാൻ പോകുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അമിട്ട് ആ അപേക്ഷ ചുരുട്ടി കൂട്ടി അപ്പം തന്നെ ചവറ്റുകൊട്ടയിലിടും. ഇറങ്ങിപ്പോടാ അവിടെ നിന്ന് എന്ന് പറയും. നമ്മുടെ മുഖ്യമന്ത്രി അതും കേട്ട് ഈ പണ്ട് ബ്രണ്ടൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഉരിപ്പിടിച്ച വാളുകൾക്കും കടാരികൾക്കും ഇടയിൽ കൂടി നടന്ന പോലെ വിജയശ്രീയിൽ ആളിതിനായിട്ട് തിരിച്ചു വരും. അല്ലാണ്ട് കേരള ഗവൺമെൻറ് വിചാരിച്ച് കഴിഞ്ഞാൽ ഗവർണറെ തിരിച്ചു വിളിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അത് ഗവൺമെൻറ്റിന് അറിയാത്തതാണോ, ഇനി ഗവൺമെൻറ്റിന് ഈ രീതിയിൽ പാർട്ടി സഖാക്കളാരെങ്കിലും നിയമോപദേശം കൊടുത്താണോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ സഖാക്കൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഗവർണറുടെ കാലാവധി കഴിയുന്നവരെ കാത്തിരിക്കാം. ഒന്നുകിൽ 2024 തെരഞ്ഞെടുപ്പിൽ ചെങ്കോട്ടയിൽ ചെങ്കൊടി പാറും, അപ്പോൾ നമുക്ക് ഗവർണറെ പിരിച്ചുവിടാം. അല്ലെങ്കിൽ ഗവർണറുടെ കാലാവധി കഴിഞ്ഞാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞ് തിരിച്ചു പോവുകയാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവമഞ്ചം ഉണ്ടാക്കി കോവളത്തോ ശംഖുമുഖത്തോ എവിടെ വെച്ചോ കൊണ്ടുപോയി ഒഴുക്കാം. പണ്ട് SFIക്കാർ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ബാലിയ ചെയ്ത പോലെ അത് ചെയ്യാം. അതല്ലെങ്കിൽ പ്രതീകാത്മകമായിട്ട് അദ്ദേഹത്തെ നാട് കടത്തും എന്തെങ്കിലും ചെയ്യാം. അതിനപ്പുറത്തും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് സഹിക്കാൻ മാർഗമുള്ളൂ. ഗവർണറെ നമ്മൾ സഹിക്കണം, മുഖ്യമന്ത്രിയെ നമ്മൾ സഹിക്കണം. ഇതൊക്കെ സഹിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ ജനാധിപത്യ മതേതര നവോത്ഥാന ഭരണഘടന ഉണ്ടാക്കി അത് നാം നമുക്ക് തന്നെ സമർപ്പിച്ചത്. അതുകൊണ്ട് ഇതൊക്കെ സഹിക്കാൻ മാർഗമുള്ളൂ. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.